മുജിക്കോ ഹിന്ദി അച്ചാ തരിഹ് പറയാൻ അറിയാത്ത കാരണം ഈ ഷീറ്റിൻ്റെ സൈസിൽ ഒരു ഹൈബ്രിഡ് ഗപ്പി ആയാലും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കാനായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. അവരെ കാണുമ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കലി ഹാപ്പിയാണ്. ഒരു ഐഡിയ മനസ്സിൽ വന്നത് വീടൊന്ന് കുളം കുത്തിയാലോ എന്ന്. വീട് മുറ്റത്തൊരു ഫിഷ് പോണ്ട്. നമസ്കാരം എല്ലാവർക്കും സ്പീച്ചിലെ സ്പീഷീസ് ആണ്. അപ്പോൾ ഇമ്മടെ ഇന്നത്തെ അജണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് കേട്ടോ. നമ്മുടെ ഗപ്പി ഫിഷിൻ്റെ ഒരു ബൾക്ക് ബ്രീഡിംഗ് ടാങ്കിൻ്റെ സെറ്റപ്പാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ. ഇവരുണ്ടാക്കിയത് അങ്ങ് സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് സംഭവം മാറിപ്പോയി. സെക്കൻഡ് ലോക്ക്ഡൗൺ സമയത്താണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഹൈലൈറ്റ് നമ്മൾ മെയിനായിട്ട് പറയാൻ പോകുന്നത് ഗപ്പി ഫിഷിന് അനുയോജ്യമായ ഒരു വാട്ടർ കണ്ടീഷനിങ്ങിനെ കുറിച്ചാണ് കേട്ടോ. അതും ചുരുങ്ങിയ ചിലവിൽ നമ്മളിവിടെ സ്ഥിരമായിട്ട് ചെയ്തു പോരുന്ന ഒരു സംഭവമാണ്, മെത്തേഡാണ് ഇത്. നിങ്ങൾക്ക് മുമ്പിൽ നിന്ന് പറയാനായിട്ട് പോകുന്നത് ചിലവൊന്നുമില്ലാത്ത നല്ല അടിപൊളി നൈസ് പരിപാടിയാണ് കേട്ടോ. എല്ലാവർക്കും തന്നെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് ഈ ടാങ്ക് ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് രസകരമായ മണ്ടത്തരങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഓടിച്ച് കാട്ടിത്തരാം. അപ്പോൾ ഞാൻ ഈ ഇൻട്രോ പറയുന്നത് പ്രസന്റ് ടെൻസിലും കഥ നടക്കുന്നത് പാസ്റ്റ് ടെൻസിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പാസ്റ്റ് ടെൻസിലേക്ക്, അതായത് നമ്മുടെ ടാങ്ക് ഉണ്ടാക്കിയ കഥയൊക്കെ ഒന്ന് കണ്ടേച്ചും വരാം. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ വേറെ പണിയൊന്നുമില്ലാതെ വെറുതെ വീട്ടിൽ ചൊറിയും കുത്തി ഇരുന്നപ്പോഴാണ് ഒരു ഐഡിയ മനസ്സിൽ വന്നത്, വീടൊന്ന് കുളം കുത്തിയാലോ എന്ന്. വീട് മുറ്റത്തൊരു ഫിഷ് പോണ്ട് എന്ന് പറയുന്നത് ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ആ ആഗ്രഹം അങ്ങ് നിറവേറ്റാനായിട്ട് പോവാണ്. ഇന്ന് തന്നെ സാധിച്ചെടുക്കാനായിട്ട് പറ്റുമോ എന്നറിയത്തില്ല. കുറച്ചധികം കാര്യങ്ങളുണ്ട് അതിനായിട്ട് കേട്ടോ. ഈ കാണുന്ന പോർഷനിലാണ് നമ്മളിവിടെ കുളം കുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഒരുപാട് പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. ഇത്തിരി ടാസ്ക് തന്നെയാണ്, കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും മനസ്സിലൊരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അത് നടത്തിയെടുക്കണം. അതിപ്പോൾ എത്ര കഷ്ടപ്പെട്ടിട്ടായാലും ശരി, ബുദ്ധിമുട്ടിട്ടായാലും ശരി. പറഞ്ഞ പോലെ ഒരുപാട് കഷ്ടപ്പെട്ടു ബുദ്ധിമുട്ടിയൊക്കെ ഈ കുഴി കുത്തി സെറ്റാക്കി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു ആന നുണ വേറെ ഉണ്ടാവത്തില്ല. കാരണം ഇവിടെ ക്ലീൻ ആക്കിയതും കുഴി കുത്തിയതും ഒന്നും ഞാനല്ല. വലിയ ഡയലോഗൊക്കെ അടിച്ചെങ്കിൽ കുഴി കുത്തിയത് വേറെ ആളാണ് കേട്ടോ. സംഭവിച്ചത് വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാം. ഞാൻ തന്നെ കുളം കുത്താനുള്ള ഒരു പ്ലാൻ ആയിരുന്നു. പക്ഷേ നമ്മുടെ ചേട്ടായി ബിഗ് ബി അതിന് സമ്മതിച്ചില്ല. നീ ഒറ്റയ്ക്കൊന്നും കുളം കുത്താൻ നിൽക്കണ്ട, അത് ഞാൻ പണിക്കാരനെ വിട്ടു തരാം, ആള് റെഡിയാക്കി തന്നോളും എന്നൊരൊറ്റ പറച്ചില്ല. എന്നിട്ട് അതുപോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ പണിക്കാരൻ വന്നു, പറഞ്ഞു വിടുകയാണ് സത്യത്തിൽ ഉണ്ടായത്. സംഭവം ആള് വന്ന് ചട്ടപ്പാട്ടെ എന്ന് പറഞ്ഞ് സാധനം സെറ്റാക്കിയിട്ട് പോയിട്ടാ. നമ്മളാണ് ചെയ്തതെങ്കിൽ 2 ദിവസം നിന്നാലും തീരാത്ത പണി ആള് വെറും 2 മണിക്കൂർ കൊണ്ട് തീർത്തിട്ടാണ് പോയത്. പണിക്കാരനെ പരിചയപ്പെടുത്താനായിട്ട് മറന്നുപോയി. ബായി ആണ്, അതിഥി തൊഴിലാളിയാണ്. മൂപ്പര് വന്ന് JCB മണ്ണെടുക്കുന്നതിനേക്കാൾ വേഗതയിലാണ് കുഴി കുത്തി തീർത്തത് കേട്ടാ. ബട്ട് നമുക്ക് ചെറിയൊരു പണത്തരം പറ്റി. മുജിക്കോ ഹിന്ദി അച്ചാ തരിഹ് പറയാൻ അറിയാത്ത കാരണം ഈ ഷീറ്റിന്റെ സൈസിൽ കുഴിയുടെ വലിപ്പം സെറ്റാക്കാനായിട്ട് സാധിച്ചില്ല. അത് ഇമ്മടെ തെറ്റാണ്ട, ആളെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ ഇനി ഈ ഷീറ്റിനനുസരിച്ചിട്ട് കുഴി ഒന്ന് ചെറുതാക്കി എടുക്കണം നമുക്ക് തന്നെ. ഇടിവെട്ടിവനെ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുന്ന പഴഞ്ചൊല്ല് ഈ സിറ്റുവേഷൻ എത്രത്തോളം മാച്ച് ആവുമെന്ന് അറിയത്തില്ല. എന്നാലും എന്തോ ആ ഒരു പഴഞ്ചൊല്ലാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വന്നത്. നമ്മൾ ഷീറ്റിനനുസരിച്ചിട്ട് കുഴി ചെറുതാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് മഴ പെയ്തു തുടങ്ങിയത്. നല്ല വെയിലായിരുന്നു. പെട്ടെന്നാണ് ക്ലൈമറ്റ് ചേഞ്ച് ആയതും മഴ തുടങ്ങിയതൊക്കെ. ഇനിയും വീഡിയോ എടുക്കാനായിട്ട് പണി ലേഖടിപ്പിച്ചാൽ മഴവെള്ളം കയറി കുഴി നാമാവിശേഷമായി മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പണി നമ്മൾ അങ്ങ് ടോപ്പ് ഗിയറിലിട്ട് തീർത്തേച്ചും വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ പണി നമ്മൾ അങ്ങ് ഓൾമോസ്റ്റ് സെറ്റാക്കി തീർത്തിട്ടുണ്ട് കേട്ടോ. കുറേ അലങ്കോല പണികളും ചെടികളും ഇഷ്ടിക മണ്ണാങ്കട്ടൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന പോലെ മഴ കാരണം വീഡിയോ ഒന്നും മര്യാദയ്ക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. വെരി സോറി. വായി കുത്തിയ കുഴി സ്ക്വയർ ആയിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. നമ്മളതൊക്കെ ലെവലാക്കി ഒരു റൗണ്ട് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഈ കാണുന്ന പോലെ ആദ്യം കുത്തിയ കുഴി രക്ഷയില്ലാത്ത വലിപ്പം പറഞ്ഞുട്ടാ. നമ്മുടെ ടാർപോളിൻ ഷീറ്റ് ആ കുഴിയുടെ പകുതിക്ക് പോലും ഉണ്ടായിരുന്നില്ല. കുഴി ചെറുതാക്കാനായിട്ട് കുറച്ചധികം തന്നെ പണിയെടുക്കേണ്ടി വന്നു. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മഴ ഒരു വിലങ്ങതടിയായി വന്നെങ്കിൽ കൂടി അതൊരു അനുഗ്രഹമായി മാറുകയാണ് പിന്നീട് ഉണ്ടായത്. ലേഖടിപ്പിക്കാണ്ട് ചട്ടപ്പടയെന്നും പറഞ്ഞ് പണി തീർക്കാനായിട്ട് സാധിച്ചു. കുളത്തിൻ്റെ ഏതൊരു കാര്യത്തിനും 2 വശങ്ങളുണ്ട്, നല്ല വശവും ചീത്ത വശവും. അതിനെ വീക്ഷിക്കുന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ അതിലാണ് കാര്യം. അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസമാണ്. അപ്പോൾ നല്ല വെയിലൊക്കെ ഉണ്ട് ഇന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങൾ കൂടി ഇന്ന് സെറ്റാക്കാവുന്നതാണ്. ടാങ്ക് കണ്ടില്ലേ, വെള്ളമൊക്കെ ഓൾമോസ്റ്റ് ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട്. മഴവെള്ളം വീണിട്ടൊക്കെ ഉണ്ട്. അടിഭാഗത്ത് ആ കാണുന്ന ഭാഗത്തൊക്കെ മണ്ണ് കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും സീനില്ല. അപ്പോൾ നമുക്ക് ഇനി അധികം വളച്ച് നിൽക്കാണ്ട് നമ്മുടെ ഗപ്പി ഫിഷിന് അനുയോജ്യമായ ഒരു വാട്ടർ കണ്ടീഷനിങ് മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ മെയിൻ ഐറ്റം കേട്ടോ. സംഭവം മനസ്സിലായോ എന്താണെന്ന്? നമ്മുടെ നല്ല പച്ചച്ചാണകം വെള്ളത്തിൽ കലക്കിയതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, കലങ്ങട്ടെ. ഓക്കെ, അതിന് ശേഷം നമ്മുടെ അരിപ്പ് വെച്ചിട്ട് ഈ ഒരു നമ്മൾ കലക്കിയ ഈ ഉണക്ക ചാണകമല്ല, പച്ച ചാണക വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം ഇതിൻ്റെ തെളി മാത്രം നമ്മൾ ഒഴിച്ചു കൊടുക്കാറുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ വല്ല ഫംഗസോ എന്തോ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അരിച്ചിട്ട് തെളി മാത്രമേ നമ്മൾ ടാങ്കിലേക്ക് ഒഴിച്ചു കൊടുക്കാറുള്ളൂ. ഓക്കെ,
അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, എന്നാലും അതിലേക്ക് അതിൻ്റെ തെളി ഇറങ്ങുള്ളൂ. പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പച്ച ചാണകവെള്ളം നമ്മളിതേ അരിച്ച് ഒഴിച്ചെടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ ഈ കപ്പിൽ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാട്ടി തരാനായിട്ട്. ഒരു കയ്യിൽ ക്യാമറയാണ്, അപ്പോൾ ആ അരിച്ചെടുക്കൽ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ച് തരാനായിട്ടാണ് ഇത്രത്തോളം ക്വാണ്ടിറ്റി എടുത്തത്. ഈ ടാങ്കിൻ്റെ എല്ലാ ഭാഗത്തേക്ക് സ്പ്രെഡ് ആക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഒന്നും കൂടി പറയുകയാണ്, ഈ ടാങ്കിൻ്റെ ഈ കുളത്തിൻ്റെ മൂക്കിൽ വരിക്കാനുള്ള അംശം പോലും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല. ആ ഒരു മിഠായി കുപ്പിയിൽ എടുത്തേക്കണ ചാണകവെള്ളമില്ലേ, അതിന് മൊത്തം ഈ ടാങ്കിലേക്ക് ഈ കുളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ അരിച്ചിട്ട് അതുപോലെ തന്നെ നമ്മളെ ചാണകവെള്ളം നമ്മളെല്ലാ ഭാഗത്തേക്കും ഈ കുളത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത ഐറ്റം ഇവനാണ് കേട്ടോ, ഇവിടെ ഉണങ്ങിയ വാഴയില, നല്ല പോലെ ഉണങ്ങിയ വാഴയില കൂടി ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ചാണകവെള്ളം ഒഴിച്ചതിൻ്റെ കളറ് ഈ വെള്ളത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ഒരു ലൈറ്റ് ഗ്രീനിഷ് കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി വെയിലൊക്കെ കൊണ്ടിട്ട് ഇത് നല്ല പോലെ ആൽഗയും ഇൻഫോസൂരിയും ഒക്കെ ഇതിൽ ഫോം ആവും. അതിന് കൂടി സപ്പോർട്ടിംഗ് ആയിട്ടാണ് നമ്മൾ ഈ വാഴയില, ഉണങ്ങിയ വാഴയില കൂടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇൻഫോസൂരിയ പോലുള്ള സൂക്ഷ്മജീവികൾ ഈ ടാങ്കിൽ ഓട്ടോമാറ്റിക്കലി ഫോം ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ വാഴയില ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ ഫിഷിനെ ഈ പോണ്ടിലേക്ക് ഇറക്കി വിടത്തുള്ളൂ. ചാണകവെള്ളവും വാഴയില ഇട്ട് കൊടുത്തതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുളത്തിലെ വെള്ളത്തിലെ pH ലെവൽ കറക്റ്റ് ആവുന്നതിനും പിന്നെ ഇൻഫോസൂരിയ പോലുള്ള ഒരുപാട് സൂക്ഷ്മജീവികൾ ഈ കുളത്തിൽ ഓട്ടോമാറ്റിക്കലി ഫോം ആവുന്നതിനും വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് വാട്ടർ പ്ലാന്റ്സ് കൂടി നമ്മുടെ കുളത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് ഇവന്മാരെ കണ്ടാ നമ്മൾ ഉണ്ടാക്കിയ പോണ്ടിലേക്ക് ഇറക്കി വിടാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിൽവറാഡോ കോയി ഗപ്പീസ്. അത്യാവശ്യം മോശമല്ലാത്ത ക്വാളിറ്റി ഉണ്ട് കേട്ടോ അവന്മാർക്ക്. നമ്മൾ മെയിനായിട്ട് ഷോപ്പുകളിലേക്ക് ഹോൾസെയിൽ അടിക്കാനുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് വലിയ പോണ്ട് ഉണ്ടാക്കിയതും ഇവന്മാരെ അതിലേക്ക് ഇറക്കി വിടാനായിട്ട് പോകുന്നതും, ഒരു ബൾക്ക് ബ്രീഡിങ്ങിനായിട്ട്. അപ്പോൾ ഇത് പ്രസൻറ്റൻസ് ആണ് കേട്ടോ. ടാങ്ക് ഉണ്ടാക്കി ഒരു 2-2.5-3 മാസം കഴിഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ നമ്മുടെ ടാങ്കിൻ്റെ ഒരു അപ്ഡേഷൻ കാട്ടിത്തരാം കേട്ടോ. ഒരു മിനിറ്റ്, ഈ നെറ്റ് ഒന്ന് മാറ്റട്ടെ. ഹായ് വാ, എല്ലാവരും തന്നെ നമ്മളെ കണ്ട ഉടൻ തന്നെ ഓടി വന്നിട്ട് അവിടേക്ക് എന്തുട്ട രസം കാണാൻ, മൈൻഡൊക്കെ റിഫ്രഷ് ആവാൻ. ഇത്തരം ചെറിയ കാര്യങ്ങളൊക്കെ തന്നെ ഹാപ്പിനെസ് ഒക്കെ തന്നെ ധാരാളമാണ്. ഹായ് വാ, ഇതിൽ പെട്ടെന്ന് തന്നെ ഗപ്പീസ് പാറ്റി നിറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇങ്ങനൊരു നാച്ചുറൽ സെറ്റപ്പ് ആവാസ വ്യവസ്ഥ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കാട്ടോ പരമാവധി. അവർക്കും അത് തന്നെയാണ് ഇഷ്ടം. അവർ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കും. അവരെ കാണുമ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആവുക തന്നെ ചെയ്യും കേട്ടോ. ഏതൊരു ഹൈബ്രിഡ് ഗപ്പി ആയാലും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാട്ടോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട കേട്ടോ. ആ ഡിസ്ലൈക്ക് ബട്ടൺ അങ്ങോട്ട് തല്ലിയാ പൊളിച്ചേക്കെന്നും പറഞ്ഞുകൊണ്ട് സ്പീച്ച്ലെസ് സ്പീഷ്യസ് സൈനിങ് ഓഫ്.